മച്ചാമാരെ, ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ലൈഡ് ഗേറ്റ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനോടെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മളിവിടെ വെക്കുന്ന ഗേറ്റ് ഇതൊരു 4 അടി ഗേറ്റ് തുറക്കുന്ന ഗേറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തൂങ്കട്ടി കൊടുത്തില്ല. തൂങ്കട്ടി കൊടുക്കാതെ നമ്മൾ ഈ സൈഡിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ആ ഗ്രില്ലിൽ കൂടി തന്നെ വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് ലാഭമായിരിക്കും. മറ്റേ സ്ഥലം തൂങ്കട്ടി കൊടുക്കുമ്പോൾ ഒരുപാട് സ്ഥലം വേസ്റ്റ് ആകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇതാകുമ്പോൾ സ്ഥലം വേസ്റ്റ് ആവില്ല. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു 8 അടി നീളത്തിന് ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. അപ്പോൾ ഒരു 8 അടി നീളത്തിനുള്ള സ്ലൈഡിങ്ങും ഒരു 4 അടി തുറക്കുന്ന ഗേറ്റുമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഫൗണ്ടേഷൻ നേരത്തെ വെട്ടി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കോൺക്രീറ്റും കൂടി നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യുകയാണ്. കാരണം ഇതിപ്പോൾ ഏകദേശം നമ്മളൊരു 4 ഇഞ്ച് കണക്കിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നല്ല ഉറച്ച തറയാണ്. അതായത് ഇവിടെ ഈ മലമണ്ണാണ്. അപ്പോൾ നല്ല ഉറച്ച ഫ്ലോറാണ്. അപ്പോൾ നമുക്ക് കരിങ്കലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്താണ് ഇത് കെട്ടുന്നത്, മതിൽ കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഗേറ്റ് വെക്കുന്ന മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാളം കറക്റ്റ് വാട്ടർ ലെവലായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് തുറക്കുമ്പോൾ ഇതിൻ്റെ മേളിലത്തെ പിന്ന് കയറി ടൈറ്റ് ആവും. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഉദ്ദേശം ഒരു മാർക്ക് ചെയ്തിട്ട് ഗേറ്റിൻ്റെ എൻഡ് എവിടെയാണോ, അതായത് ഗേറ്റിൻ്റെ എൻഡിൻ്റെ പാളം എവിടെയാണോ വരുന്നത് അവിടെ ഒരു വാട്ടർ ലെവൽ എടുത്ത് മട്ടം പിടിക്കണം. മട്ടം പിടിച്ചിട്ട് ജസ്റ്റ് ആദ്യം ഇതുപോലെ പാളം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാളത്തിനടിയിൽ ഓരോ ക്ലാമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാമ്പ് നമുക്ക് കോൺക്രീറ്റിൽ ഘടിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം വെട്ടി ഒന്ന് ലെവൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏകദേശം നൂലൊക്കെ പിടിച്ച് വാട്ടർ ലെവലെല്ലാം ചെയ്ത് എല്ലാം ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക്, കാരണം ഇത് പൈപ്പ് നല്ല ബെൻഡ് ഉണ്ടായിരുന്നു. അതായത് വെൽഡർമാർ ചെയ്തപ്പോൾ പൈപ്പിന് നല്ല ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബെൻഡ് അടിച്ച് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ, കാരണം ഇത് എളുപ്പപ്പണിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേത് നമ്മൾ ഈ തൂങ്കട്ടിയൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് വരുമ്പോൾ സമയം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ ഇതാകുമ്പോൾ വേസ്റ്റ് ആവത്തില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലും ബെൻഡ് ഉണ്ടെങ്കിൽ ഗേറ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാളം സെറ്റ് ചെയ്തിട്ട് മറ്റേ ഗേറ്റിൻ്റെ ലെവലിന് നമ്മൾ ഗേറ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. കാരണം വെച്ചിട്ട് നമ്മൾ അപ്പുറത്ത് ഓരോ സപ്പോർട്ട് കൊടുത്തു. കാരണം ഗേറ്റ് മറിയാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വളരെ സ്പീഡ് വർക്കായിരിക്കും. കാരണം ഗേറ്റിൻ്റെ വർക്ക് പെട്ടെന്ന് കഴിയും. നമുക്ക് ഇന്ന് ഈ ഒരു ഗേറ്റും വെക്കണം, ഈ ഒരു സൈഡ് കാമ്പൗണ്ട് മതിൽ മൊത്തം കെട്ടി ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എളുപ്പമായിരിക്കും. അപ്പം ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 4 അടി ഗേറ്റ് കറക്റ്റ് വാട്ടർ ലെവലിന് മട്ടമാണ്. അപ്പോൾ നമ്മൾ ആ മട്ടം നോക്കി ഇപ്പുറത്തെ ഗേറ്റ് വെച്ചാൽ മതി. അപ്പം നമ്മൾ പൈപ്പ് ആദ്യമേ വെച്ച് കോൺക്രീറ്റ് ഘടിപ്പിച്ച് പിന്നെ ഗേറ്റെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് നോക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പൈപ്പ് ബെൻഡായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം വർക്കാണ്. പെട്ടെന്ന് വർക്ക് ഫാസ്റ്റായിട്ട് സ്പീഡിനായിട്ട് നടക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം പാളം വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 1.5 ഇഞ്ചോളം നമുക്ക് പൊങ്ങാൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം കറക്റ്റ് ലെവൽ ചെയ്ത് എല്ലാം പൊക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പം വെച്ചത്. ഇപ്പോൾ നമുക്കിതിൽ ഇനി വേറെ ഒന്നും നോക്കാനില്ല. കാരണം ഇപ്പോൾ എല്ലാം കറക്റ്റ് വാട്ടർ ലെവലിന് നമ്മളെല്ലാം മട്ടമാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സ്പീഡിനാണ് ഇപ്പോൾ നമ്മൾ ഈ ഗേറ്റ് സെറ്റ് ചെയ്തത്. കാരണം ഒരുപാട് സമയം എടുക്കത്തില്ല. സാധാരണ സ്ലൈഡ് ഗേറ്റ് വയ്ക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വർക്ക് കഴിയും.
എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൊണ്ടി, അതായത് ഈ ഗേറ്റ് സൈഡ് ഗേറ്റിൻ്റെ ക്ലാമ്പ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പൈപ്പിൽ നമ്മൾ വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ച് മതിൽ കെട്ടുമ്പോൾ അതിൽ കൂടി ചേർത്ത് വെച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ കട്ടി വേണ്ട. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ലൈഡ് ഗേറ്റിന് സാധാരണ ലോഡ് വലുതായിട്ട് പിടിക്കില്ല. കാരണം ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്, മേളത്തെ ക്ലാമ്പിൻ്റെ ബാലൻസിലാണ് ഈ സ്ലൈഡ് ഗേറ്റ് നിൽക്കുന്നത്. അത് എത്ര വെയിറ്റുള്ള ഗേറ്റ് ആയാലും നമുക്ക് സ്ലൈഡിങ് ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. അപ്പം ഇതുപോലെ ഒരു ക്ലാമ്പ് നമ്മൾ മേളിൽ വയ്ക്കുന്ന ക്ലാമ്പ് പൈപ്പിൽ വെച്ച് വെൽഡ് ചെയ്തിട്ട് കറക്റ്റായി വെച്ചിട്ട് ഈ ടോപ്പിൽ ഒരു ടെയിൽ കനം വെക്കണം. ടെയിൽ കനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെയിൽ കനം ഗ്യാപ്പ് വേണം. നമുക്ക് ഈ ഗേറ്റ് ഓടുമ്പോൾ ഫ്രീ ആയിട്ട് ഓടണം, കാരണം അല്ലെങ്കിൽ അതിൽ ഇടിച്ചേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഫില്ലറെല്ലാം വെച്ചിട്ട് നമ്മൾ തൂക്കി, അതായത് തൂക്കട്ടയ്ക്ക് കറക്റ്റ് ലെവലായിരിക്കണം. ഇല്ലെങ്കിൽ തൂങ്കട്ടി എല്ലാം കെട്ടി നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ചരിവ് കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തൂക്കട്ടയ്ക്ക് എല്ലാം തൂക്കി നല്ല രീതിയിൽ, അതായത് മെറ്റലിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സിമൻറ്റ് കൂട്ടി തന്നെ കോൺക്രീറ്റ് ചെയ്യണം. കാരണം ഈ പോസ്റ്റ് ചെറിയൊരു അനക്കം പോലും വരരുത്. കാരണം നമ്മൾ ഹോളോ ബ്രിക്സിൽ കെട്ടുന്നതിൽ കയറി പോകുന്നതാണ്, എങ്കിൽ പോലും നല്ല സിമൻറ്റ് പ്രിപ്പറേഷൻ കൂട്ടി ഇട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യണം. അതിനകത്ത് അപ്പോൾ നമ്മൾ 4-5 കമ്പി കൊടുത്തിരിക്കുന്നുണ്ട്, നമ്മൾ അത് നല്ല രീതിയിലൊന്ന് കുത്തി റെഡിയാക്കണം. പിന്നെ ആ ഗേറ്റ് കൊണ്ട് വെക്കുന്ന മുമ്പേ ഗേറ്റ് ഒന്നും കൂടി നോക്കണം, ഒന്ന് ചെക്ക് ചെയ്യണം, എവിടെയെങ്കിലും ചെറിയ വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അതായത് മറ്റേ 4D ഗേറ്റിനേക്കാളും ഒരു നൂലാദ്യം പൊക്കി, അതായത് ഒരു 1/2 സെൻറ്റ് ഗേറ്റ് പൊക്കി, ഈ ഗേറ്റ് പൊക്കി തന്നെ വെക്കണം. വെച്ചതിന് ശേഷം ഈ ഫില്ലറിൻ്റെ കോൺക്രീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തട്ട് കെട്ടുമ്പോൾ ആ ഗേറ്റ് കൊണ്ടിരിക്കും. ഇരിക്കുമ്പോൾ കറക്റ്റ് വാട്ടർ ലെവലിന് മട്ടമായിരിക്കും. നമുക്ക് കാണുമ്പോൾ ദൂരം നോക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ലെവലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ തൂക്കട്ടയൊക്കെ വെച്ച് തൂട്ടി എല്ലാം പക്ക, അതായത് കറക്റ്റ് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ ഗേറ്റ് വെച്ചത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് ഇട്ട് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഹോളോ ബ്രിക്സ് കെട്ടണം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ തുടങ്ങിയ പണിയാണ്. അപ്പം നമുക്ക് ഏകദേശം നമ്മൾ കണക്കൂട്ടിലാണെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ ബാക്കി 220 ഹോളോ ബ്രിക്സിൻ്റെ കെട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കെട്ടി തീർക്കാൻ പറ്റും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 മേശിന് നിൽക്കുന്നെങ്കിൽ ഒരു സ്ലൈഡ് ഗേറ്റും വെച്ച് ഒരു ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ച് ഇത്രയും മതിൽ ഒരു 250 കല്ലിൻ്റെ ഹോളോ ബ്രിക്സിൻ്റെ കെട്ടുണ്ട്. കെട്ട് വരുമ്പോൾ ഏകദേശം നമുക്ക് 2 ദിവസത്തെ വർക്ക് വരും സാധാരണ രീതിയിൽ ചെയ്യുന്നുവെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പണി ലാഭമാണ്, അതായത് നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഗേറ്റിൻ്റെ അളവ് എത്രയാണോ ആ അളവിനനുസരിച്ച് ഈ പൈപ്പിന് അടിയിൽ വയ്ക്കുന്ന പാളത്തിൻ്റെ സ്റ്റോപ്പർ എല്ലാം കെട്ടി വെക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഹോളോ ബ്രിക്സ് കെട്ട് തുടങ്ങി. അപ്പോൾ കെട്ട് തുടങ്ങുമ്പോൾ ഈ പോസ്റ്റിൽ ഓരോ കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പി നമ്മൾ ഹോളോ ബ്രിക്സിന് കെട്ടിനകത്ത് വെച്ചിട്ട് 2 സൈഡും പലക വെച്ച് കോൺക്രീറ്റ് ചെയ്യണം. അതായത് നമ്മളവിടെ കൊടുക്കുന്ന ഒരു ചെറിയ തൂണാണ്, അതായത് ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു തൂണാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ കോൺക്രീറ്റ് ഈ ക്ലാമ്പിൽ കോൺക്രീറ്റും കൂടി കൊടുക്കുമ്പോൾ ഈ തൂണ് പിന്നെ അനങ്ങത്തില്ല, നല്ല ബലമായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ഗേറ്റ് സ്പീഡിന് തള്ളി വിട്ടാൽ പോലും ഈ ആടി പോകുമല്ലോ, ആ ഒരു ചെറിയ ഷേക്ക് പോലും തട്ടിയാൽ പോലും ഇത് അനങ്ങത്തില്ല, അത്രയ്ക്ക് ബലമായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഗേറ്റ് വയ്ക്കുമ്പോൾ ഈ സ്ലൈഡ് ഗേറ്റ് പല രീതിയിൽ നമുക്ക് ചെയ്യാം, പല മോഡലിലും ചെയ്യാം. അത് പല രീതിയിൽ വെക്കുന്നവരുമുണ്ട്. അപ്പം അത് വെച്ച് നോക്കുന്നെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പണി ഇതാണ്, ഏറ്റവും എളുപ്പം. കാരണം സാധാരണക്കാരായ ഒരാൾക്ക് വെക്കാൻ പറ്റിയ ഗേറ്റാണ് സ്ലൈഡ് ഗേറ്റ്. കാരണം അത്രയും സ്ഥലം വേസ്റ്റ് ആവില്ല. നമ്മൾ സാധാ ഗേറ്റ് വയ്ക്കും പോലെയല്ല, ഈ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിരിക്കും, വർക്ക് സ്പീഡിന് കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നമ്മളിത് ഹോളോ ബ്രിക്സ് മൊത്തം കെട്ടി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്യുന്നു. അപ്പോൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇത് പ്ലാസ്റ്റിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, കാണണം.